ആദിമ നൂറ്റാണ്ടുകളിൽ സങ്കീർത്തനങ്ങൾ ചൊല്ലുകയെന്നതായിരുന്നു പ്രാർത്ഥന. ആശ്രമങ്ങളിൽ വിദ്യാഭ്യാസമില്ലാത്ത സന്യാസിമാർ 150 സങ്കീർത്തനങ്ങൾക്ക് പകരം 150 സ്വർഗസ്ഥനായ എന്ന ജപം ചൊല്ലിപ്പോന്നു. 12-ാം നൂറ്റാണ്ടിൽ ഇതിനു പകരം 150 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്ന പതിവുണ്ടായി. ആ ജപത്തിലെ 2ാം ഭാഗം 14-ാം നൂറ്റാണ്ടിന് ശേഷമാണുണ്ടായത്. സിയന്നായിലെ ബർണദീൻ്റെ ഒരു പ്രസംഗത്തിലാണ് 1427-ൽ ആദ്യമായി ആ ഭാഗം കാണുന്നത്. സ്വർഗസ്ഥനായ, നന്മ നിറഞ്ഞ മറിയം എന്നീ ജപങ്ങൾ പിൻകാലത്ത് കൂട്ടിച്ചേർത്താണ് ഇന്നത്തെ ജപമാല ഉണ്ടാക്കിയതെന്ന് പറയാം. വിശുദ്ധ ഡൊമിനിക്കും സഹസന്യാസിമാരും അത് പ്രചരിപ്പിച്ചു. കേരളത്തിൽ പോർച്ചുഗീസ് മിഷണറിമാരാണ് 1501 മുതൽ ഇത് പ്രചരിപ്പിച്ചത്. 1599-ൽ ഉദയംപേരൂർ സൂനഹദോസ് കൂടിയപ്പോൾ ഇവിടെയുള്ളവർ സ്വർഗസ്ഥനായ, നന്മ നിറഞ്ഞ മറിയം, വിശ്വാസപ്രമാണം എന്നിവ ചൊല്ലിയിരുന്നുവെന്നും അത് സുറിയാനിയിലാണ് ചൊല്ലിയിരുന്നതെന്നും ആ സൂനഹദോസിൻ്റെ കാനോനകളിൽ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തന ആലാപനത്തിന് പകരം കൊന്ത നമസ്കാരം നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമായി. 3-ാം നൂറ്റാണ്ട് മുതൽ സന്യാസാശ്രമങ്ങളിൽ ജപങ്ങൾ എണ്ണാൻ ജപമാല ഉപയോഗിച്ചിരുന്നു. കൊന്ത എന്ന പേര് പോർച്ചുഗീസ് മിഷണറിമാരാണ് പ്രചരിപ്പിച്ചത്. എണ്ണം എന്നാണ് ആ പോർച്ചുഗീസ് പദത്തിൻ്റെ അർത്ഥം. യൂറോപ്പിൽ ആദിമകാലത്ത് റൊസാരിയോ എന്ന ലത്തീൻ പേരാണ് ഉപയോഗിച്ചിരുന്നത്. റോസാപ്പൂക്കളുടെ തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ദിവ്യരഹസ്യങ്ങളെ റോസാപ്പൂക്കളായി കരുതിയിരുന്നു. സാധാരണക്കാരുടെ കാനോന നമസ്കാരം എന്ന് കൊന്ത നമസ്കാരത്തെ വിളിക്കാറുണ്ട്.